നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ഫണ്ടമെന്റൽസ് ഓഫ് ട്രഡീഷണൽ ആൻഡ് സിംബോളിക് ലോജിക് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോജിക്കിന്റെ എന്താണ് ലോജിക് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. വാട്ട് ഈസ് ലോജിക് എന്നതായിരുന്നു. അതുപോലെ ഹ്യൂമനിസത്തിന്റെ എലമെന്റ്സ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് ആൻഡ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ വിവിധ ഘടകങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് നോക്കാം. ഇത് ഒരു വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു പ്രസ്താവനയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് വർഗങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ ഒരു വർഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ന് പറയാം. അപ്പൊ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു വർഗം മറ്റൊരു വർഗത്തോട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ലോജിക് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ലോജിക്കലി നമ്മളുടെ ഒരു യുക്തി ചിന്തയാണ് നമ്മൾ ഈ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ തർക്കശാസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെ യുക്തിയാണ് കാര്യമായിട്ട് നോക്കുന്നത് അല്ലെ. ഈ യുക്തിയും യാഥാർത്ഥ്യവും എന്ന് പറയുന്നതിന് ചിലപ്പോൾ യുക്തിയും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും മനുഷ്യന്റെ വൈകാരികതയും യുക്തിയും തമ്മിൽ ചിലപ്പോൾ എല്ലായ്പ്പോഴും പൂർണ്ണ ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. യുക്തിക്ക് നിരക്കാത്തത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ അതിന് ഇമോഷണൽ ആയിട്ട് വളരെയേറെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കുറെ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചില ചോദ്യങ്ങൾ ലോജിക്ക് ചെക്ക് ചെയ്യുന്നതിനുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ ബന്ധങ്ങൾ അല്ലെ, ഇന്നയാളുടെ സഹോദരന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആദ്യം പറഞ്ഞയാളും ഇന്നയാളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ ലോജിക്ക് ചെക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു വർഗം മറ്റൊരു വർഗവുമായിട്ട് ഉള്ള കണക്ഷനെ അല്ലെങ്കിൽ അതിന്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഒരു വർഗം മറ്റൊരു വർഗത്തോട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന പ്രസ്താവനയിൽ ലോജിക്ക് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ലോജിക്കലി ഉള്ളത് ഇമോഷണലി ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അമ്മ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറുന്നു. ആ കൈമാറിയ സ്ത്രീയാണ് കുഞ്ഞിനെ ലാളിച്ച് വളർത്തി കുട്ടി 18 വയസ്സൊക്കെ പൂർത്തിയാകുന്നു. അപ്പോൾ ബയോളജിക്കൽ മദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഗലി ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കിയാൽ അമ്മ ആരായിരിക്കും? നമ്മൾ ഈ ആദ്യം പറഞ്ഞ സ്ത്രീ ആയിരിക്കും, പ്രസവിച്ച സ്ത്രീ ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തില് നമുക്ക് ഇമോഷണലി ഈ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ആ കുട്ടിയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ വളർത്തിയ അമ്മയ്ക്കായിരിക്കും. അപ്പൊ ഇവിടെ പലപ്പോഴും ഈ ലോജിക്കും യാഥാർത്ഥ്യവും ഒരു ചെറിയൊരു കോൺട്രഡിക്ഷൻസ് ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഘടകങ്ങൾ, ലോജിക്കിന്റെ ഘടകങ്ങൾ നോക്കാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഇതിൽ ചില ടേംസ് ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തേത് സബ്ജക്റ്റ് ടേം ആണ്, ഒരു ടോപ്പിക് ആയിരിക്കും, ഒരു സബ്ജക്റ്റ് ടേം ആണ്. രണ്ടാമത്തേത് പ്രെഡിക്കേറ്റ് ടേം ആണ്, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ടേം ആണ്. മൂന്നാമത്തേത് ക്യോപ്പുള എന്ന് പറയും, അല്ലെങ്കിൽ കൊപ്യൂള എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കൊപ്യൂള എന്ന് നോക്കാം. അതുപോലെ തന്നെ ക്വാണ്ടിഫയർ, അതൊരു അളവിനെ സൂചിപ്പിക്കുന്നതാണ് ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ അതായത് എല്ലാ, ചില, ഒന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള പദങ്ങളുണ്ടല്ലോ, അതാണ് ക്വാണ്ടിഫയർ ആയിട്ട് വരുന്നത്. ആ ഒരു സെന്റൻസിന്റെ ഒരു പ്രസ്താവന, നമ്മൾ പറഞ്ഞു രണ്ട് പ്രസ്താവനകൾ തമ്മിലുള്ള കണക്ഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ആദ്യത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും തമ്മിലുള്ള കണക്ഷൻ ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വാചകങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണ് ചെക്ക് ചെയ്യുന്നത് അല്ലെ. ആ ഒരു വാചകങ്ങൾ, ഇപ്പൊ ഒരു വാചകം രണ്ടാമത്തെ വാചകം, ഈ രണ്ട് വാചകങ്ങൾക്കിടയിലുള്ള കണക്ഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ വാചകങ്ങളുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ വാചകങ്ങളുടെ സ്ട്രക്ചറിലുള്ള എലമെന്റ്സ്, അതാണ് നമ്മൾ ഈ വിവിധ ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് അതിന്റെ വിഷയമായിരിക്കും. അതുപോലെ തന്നെ
ഒരു പ്രെഡിക്കേറ്റ് ടേം ആയിരിക്കും രണ്ടാമത്തേത്. അതുപോലെ തന്നെ കൊപ്യൂളയാണ്. ഇനി ക്വാണ്ടിഫയർ. ഈ ക്വാണ്ടിഫയർ എന്ന് പറയുമ്പോൾ എല്ലാ, ചില, ഒന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ മറ്റൊരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഉദാഹരണം ഉണ്ടായിരുന്നു, എല്ലാ മനുഷ്യരും മരണശീലരാണ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരാണ്. അതുപോലെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് മരണശീലർ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇനി കൊപ്യൂള എന്ന് പറയുന്നത് ആണ് എന്നുള്ള ആ ഒരു അതിനെ ഉറപ്പിച്ച് പറയുന്നതാണ് അല്ലെ, മരണശീലർ ആണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇനി ക്വാണ്ടിഫയർ, ഇതിന്റെ ഒരു ഇത് ആരിലേക്കൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ആവുക എന്ന് പറയുന്നത് എല്ലാ എന്നുള്ള ടേം ആണ്. അപ്പൊ ഇതാണ് ഇവിടെ ക്വാണ്ടിഫയർ അല്ലെ. അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് മനുഷ്യനാണ്, പ്രെഡിക്കേറ്റ് മരണശീലരാണ്, എല്ലാവരും മരണശീലരാണ് എന്നുള്ള ആ ഒരു ടേം ആണ് ഇവിടെ പ്രെഡിക്കേറ്റ്. അതുപോലെ തന്നെ കൊപ്യൂള എന്താണ്, ആണ് എന്നതിനെ സ്പെസിഫൈ ചെയ്യുന്ന ആണ് എന്നതാണ്. അതുപോലെ ക്വാണ്ടിഫയർ എല്ലാ എന്നുള്ളതും അതിന്റെ ഒരു അളവ് ദ്യോതിപ്പിക്കുന്നതാണ് എല്ലാ എന്നുള്ളത്. ഇനി കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ 4 തരമാണ് ഉള്ളത്. അതില് ഇതിന്റെ ഒന്നാമത്തേതെന്ന് പറയുന്നത് എ എന്നത് എല്ലാ, യെസ് ആണ്. അതുപോലെ പി, എല്ലാ കാക്കകളും കറുപ്പാണ്. ഓക്കെ, ഇതൊരു നിങ്ങൾ ഒന്ന് എഴുതിയൊക്കെ നോക്കിയിട്ട് ഒന്ന് അതിലേക്ക് വരേണ്ടതാണ്. ഞാൻ ഇതിങ്ങനെ വാചികമായിട്ട് പറയുമ്പോൾ നിങ്ങൾ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് അറിയില്ല. എന്തായാലും നോട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇത്തരം സെന്റൻസ് ഒന്ന് എഴുതിയിട്ട് നോക്കുക. അപ്പോൾ ഇതിനൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഈ ഒരു എന്നും യെസ് ആണ് അല്ല, അതുപോലെ പി ഒരു ടേമിനെയാണ് അവിടെ ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില പൊതുവായിട്ടുള്ള സൂചകങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ അതിലെ ചില വാചകങ്ങൾ നമുക്ക് ഒരു 2 വാചകങ്ങൾക്കിടയിലുള്ള ബന്ധം, അതായത് നമ്മൾ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞു വെക്കുന്ന സമയത്ത് രണ്ടാമത്തെ സെന്റൻസുമായിട്ട് ഇതിനുള്ള കണക്ഷൻ, അതിനെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ എ എന്ന നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ എ എന്ന് പറയുന്നത് ഓൾ എസ് ഈസ് പി. ഒന്നാമത്തെ സെന്റൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ യെസ്സുകളും പി ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് കൃത്യമായിട്ട് ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. എല്ലാ യെസ്സുകളും പി ആണ് എന്നതാണ് ഇവിടുത്തെ ഫസ്റ്റത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തേത് ഈ എന്ന് പറയുന്നത് എന്താണ്, നോ എസ് ഈസ് പി, യെസ് ഒന്നും എന്തല്ല, പി അല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി ഐ എന്നത് എന്താണ്, സം എസ് ഈസ് പി, ചില എസ്സുകൾ എന്താണ്, പി ആണ്. ഇനി ഓ എന്ന് പറയുന്നത് സം എസ് ഈസ് നോട്ട് പി, ചില എസ്സുകൾ എന്തല്ല, പി അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് പറയുമ്പോൾ ഇവിടെ എസ്സും ഈ പിയും അതുപോലെ തന്നെ ഓയും ഒക്കെ തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു കണ്ടീഷനുമായിട്ട് സ്റ്റേറ്റ് ചെയ്യാണ്. ഇനി ഈ കണ്ടീഷൻസിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ മറ്റുള്ള കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ലോജിക്കലി കറക്റ്റ് ആകുന്ന രീതിയിൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവാൻ, നിങ്ങൾ ഈ PSC ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ലോജിക്, അതുപോലെ PSC പോലെ തന്നെ ചില മത്സര പരീക്ഷകൾക്കൊക്കെ വരുന്ന ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി കോൺട്രറീസ് ആൻഡ് കോൺട്രഡിക്ടറീസ് എന്നതാണ് മറ്റൊരു ഭാഗം. അപ്പൊ എന്താണ് കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധം എന്നല്ലേ മലയാളത്തിൽ നമ്മൾ പറയുക. അപ്പൊ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എയും ഓയും. അപ്പൊ എല്ലായ്പ്പോഴും ഒന്നിനും സത്യമല്ലെങ്കിൽ മറ്റേതിന് അസത്യമാകും എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഒന്നിനും സത്യമല്ലെങ്കിൽ മറ്റേതിന് എന്തായിരിക്കും, അസത്യമായിരിക്കും. ഇനി ഇ ആൻഡ് ഐ എന്ന് പറയുന്നത് തമ്മിൽ ശക്തമായിട്ടുള്ളതാണ്, അതായത് ഭയങ്കര വൈരുദ്ധ്യമാണ്, തീർത്തും വൈരുദ്ധ്യമായിട്ടുള്ളതാണ് രണ്ടാമത്തേത്. ഇനി കോൺട്രറി എന്ന് പറഞ്ഞാല് വിരുദ്ധമാണ്, കോൺട്രറി ആയിട്ടുള്ള ആശയമാണ്, വിരുദ്ധമാണ്. എ ആൻഡ് ഇ എന്ന് പറയുന്നത് ഒരേ സമയം രണ്ടും സത്യമാകാൻ ഇടയില്ല, എന്നാൽ രണ്ടും അസത്യമായിരിക്കുകയും ചെയ്യും. രണ്ടും ഒരേ സമയം സത്യമാവുകയില്ല, മറിച്ച് എന്തായിരിക്കും, രണ്ടും ഒരേ സമയം അസത്യമായിരിക്കും. ഇങ്ങനെയുള്ള സെന്റൻസ് ആണ് അതിൽ വരുന്നത്. ഇനി സബ് കോൺട്രറി എന്നത് ഉപവിരുദ്ധം. ഇതിനൊരു ചെറിയ ഈ
പൂർണ്ണമായിട്ടും കോൺട്രഡിക്ടറിയിലേക്ക് അതങ്ങ് എത്തുന്നില്ല. അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഡിഗ്രിയാണ് ഇതിൽ വരുന്നുള്ളൂ. എങ്ങനെയാണ് ഇത് പറയുക? ഐ ആൻഡ് ഒ ഒരേ സമയം രണ്ടും അസത്യമാകില്ല, എന്നാൽ രണ്ടും സത്യമായിരിക്കാം. ഓക്കെ, നമ്മൾ മുൻപ് പറഞ്ഞ എന്താ? രണ്ടും സത്യമല്ല, രണ്ടും അസത്യമാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ രണ്ടും ഒരേ സമയം അസത്യമാകില്ല, ചിലപ്പോ രണ്ടും സത്യമായിരിക്കാം എന്നുള്ളതാണ്. ഇനി സബാൾട്ടർ ആൾട്ടറേഷൻ ആണ് നമ്മൾ ഇനി അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത്. അതില് എ എന്ന് പറയുന്നത് എ സത്യമായാൽ ഐ സത്യമായിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. എ സത്യമായാൽ ഐ എന്തായിരിക്കും? തീർച്ചയായിട്ടും സത്യമായിരിക്കും, മസ്റ്റ് ബി ട്രൂ. ദെൻ ഇ എന്ന് പറയുന്നത് ഈ സത്യമായാൽ ഓ സത്യമായിരിക്കും, രണ്ടാമത്തെ കണ്ടീഷനാണ്. ഇനി എ എല്ലാം എന്താണ്? യൂണിവേഴ്സലി അഫർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത സെന്റൻസ് ആണ് പറയുന്നത്. എ എന്ന് പറയുന്നത് എല്ലാമാണ്, എസ് എന്ന് പറഞ്ഞതും എല്ലാം ആണ് എന്നുള്ളതാണ്. അപ്പോ ഇത് എല്ലാ പക്ഷികളും പറക്കും എന്നുള്ള ഒരു കണ്ടീഷൻ അല്ലെ, എല്ലാ പക്ഷികളും പറക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ അത് ചില എന്താണ് സെന്റൻസിൽ അതിന്റെ ഡിഗ്രീസ് അല്ലെങ്കിൽ അതിന്റെ കോൺട്രഡിക്ഷൻ, സബ് ഓൾട്ടറേഷൻ, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നിങ്ങൾ വാചികമായി പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ ഇത്തരം സെന്റൻസുകൾ എടുത്തു വെച്ച് എഴുതിയെടുത്തിട്ട് പരിശോധിക്കുക. എഴുതിയെടുത്തിട്ട് ഇതിന്റെ എക്സാമ്പിൾസ്, കൂടുതൽ എക്സാമ്പിൾസുമായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്, സെന്റൻസുകൾ തമ്മിലുള്ള ലോജിക്ക്, ആ ലോജിക്കിനെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.